വിമന്യവ. പിന്നെ സജ്ജനത്തിൻ്റെ പ്രത്യേകത എന്താണ്? സുഹൃത, അവർ സുഹൃത്തുക്കളായിരിക്കും. ആരെയാ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുക? തൻ്റെ കൂട്ടുകാരന് സന്തോഷമാവണം, അയാൾക്ക് സന്തോഷമാവണേ, അയാൾക്ക് സന്തോഷമാവണേ, തനിക്ക് എന്തായാലും തിരക്കടില്ല. തൻ്റെ കൂട്ടുകാരൻ എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് നടക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുക. നമ്മൾ അങ്ങനെയാണോ ജീവിതത്തിൽ? അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ സജ്ജനാണെന്ന് ഇതാ പറയാം. ഇങ്ങനെയുള്ള സജ്ജനങ്ങളോട് കൂടിയിട്ട് കൂട്ടുചേരാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കൂ. മൽക്കർമ്മവി മൽകഥയാജതിത്യം. ഭഗവാൻ ചെയ്തതായിരിക്കുന്ന ഓരോ ലീലകളെ പറ്റിയിട്ട് ഓരോ കഥകളുണ്ട്. ആ കഥകളുടെ മുന്നിൽ എങ്ങനെ വന്നിരിക്കാനായിട്ട് ഇതാ സാധിക്കുമ്പോൾ ഗുണകീർത്തനാന്മയും, ഭഗവാൻ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ പറ്റിയിട്ട് ഉള്ള കീർത്തനങ്ങളൊക്കെ ആർക്കാണോ എപ്പോഴും ചൊല്ലാനായിട്ട് ഇതാ സാധിക്കുന്നത്? നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയ ദേഹഗേഹ ആത്മബുദ്ധേ. ദേഹത്തിലേക്കും ഗേഹത്തിലേക്കും ഉള്ളതായിരിക്കുന്ന ശ്രദ്ധ കുറഞ്ഞ് ആർക്കാണോ ഭഗവാനിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്, അവരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുക. നമുക്കിപ്പോൾ എന്തിനോടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ? തൻ്റെ ദേഹത്തിനോട് തന്നെയാണ്, അല്ലേ? തൻ്റെ വീടിനോട് തന്നെയാണ് നമുക്ക് കൂടുതൽ ഇതാ ശ്രദ്ധ. ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോഴും നമ്മളെ ശ്രദ്ധ എവിടെയാണ്? മനസ്സെവിടെയാണ്? വേറെ ഓരോ സ്ഥലത്താണ്, അല്ലേ? തൻ്റെ വീട്ടിലേക്കാണ് ഇതാ ശ്രദ്ധ പോണത്. അപ്പോൾ തൻ്റെ വീട് എന്നങ്ങോട്ട് പറഞ്ഞാൽ താനൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ എല്ലാ സാധനവും തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കണേ, തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കണേ. ആ വീടങ്ങനെ നിറയ്ക്കും ആൾക്കാർ. അത്രയ്ക്ക് ഇഷ്ടമല്ലേ ഓരോ സാധനത്തിനെ ആലോചിച്ച് നോക്കൂ. എന്നും ഈ വീടാണോ എൻ്റെ വീട്, അല്ലേ? സപ്താഹം അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ തൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവാൻ എന്തൊരു തിരക്ക ആൾക്കാർക്ക്. എൻ്റെ വീട്ടിലെത്തണേ, എൻ്റെ വീട്ടിലെത്തണേ, എൻ്റെ വീട്ടിലെത്തണേ എന്ന് പറഞ്ഞ് ഓടുക ആൾക്കാർ. എന്നാൽ എന്നും ഈ വീടാണോ എൻ്റെ വീട്? ആലോചിച്ച് നോക്കൂ, അല്ലേ? എന്നും ഈ വീടാണോ? ഈ ശരീരത്തിൽ ഈ ജീവാത്മാവ് ഇരിക്കുമ്പോൾ ഈ വീടിനെ എൻ്റെ വീട് എന്നതാ പറയുന്നു. എന്നും ഈ ജീവാത്മാവ് ഈ ശരീരത്തിലാണോ ഇരിക്കണത്, അല്ലേ? ഇവിടെ അങ്ങനെ മരിച്ച് വേറെ ഒരു സ്ഥലത്ത് പോയി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഏത് വീടിനെയാണ് എൻ്റെ വീട് പറയുക? ആ വീടിനെയാണ് എൻ്റെ വീട് പറയുക, അല്ലേ? ഇപ്പോൾ ഇവിടുന്ന് മരിച്ചു, എവിടെ പോയി ജനിച്ചത്? കാസർഗോഡ് പോയി ജനിച്ചു. അപ്പോൾ കാസർഗോഡ് കണ്ട ഒരു വീടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻ്റെ വീട് പറയുന്നത്. അവിടുന്ന് മരിച്ചു, തിരുവനന്തപുരത്ത് പോയിട്ടാണ് ജനിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്ത് കണ്ട ഒരു വീടിനെ നമ്മൾ എന്ത് പറയണു? എൻ്റെ വീട് എന്ന് പറയുന്നു. അപ്പോൾ എന്നും ഈ വീടല്ല എൻ്റെ വീട് എന്നുള്ളതായ ബോധത ഉണ്ടാവണം. മദ്ദേവസംഗാൽ ഗുണകീർത്തനാന്മേ നിർവൈരസാമ്യോപശമേന പുത്ര ജിഹാസയ ദേഹ ഗേഹ ആത്മബുദ്ധേ. തൻ്റെ ഈ ദേഹത്തിലേക്കും